അടുത്ത മാറ്റം എന്ന് പറഞ്ഞാലേ, അതായത് വഖഫ് അമെൻമെൻറ്റ് ആക്ടിലെ നെക്സ്റ്റ് മാറ്റം എന്ന് പറഞ്ഞാൽ, ഒരു വഖഫിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി, ഒരു ഫാമിലി പ്രോപ്പർട്ടി കൊടുക്കുവാണെന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ എൻ്റെ വീട് വഖഫിന് വേണ്ടിയിട്ട് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ വീടിന് ഞാൻ മാത്രമല്ല ഓണർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ വീട് എവിടേക്കെങ്കിലും ചാരിറ്റി പർപ്പസിനോ വഖഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി, ഈ വീടിന് വേറെ അവകാശികളും കൂടെ ഉണ്ട്. അപ്പോൾ ഈ അവകാശികളുടെ അവകാശങ്ങൾ എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് മതി വഖഫ് ചെയ്യാനുള്ളത് എന്നാണ് അടുത്ത മാറ്റം. പ്രത്യേകിച്ചും ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, വഖഫ് പ്രോപ്പർട്ടി വഖഫായിട്ട് പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ ഉള്ള അവകാശം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുള്ള അവകാശവും അതുപോലെ വിധവകൾക്കുള്ള അവകാശം, ആ പ്രോപ്പർട്ടിയിലുള്ള അവരുടെ അവകാശം അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ പ്രോപ്പർട്ടി വഖഫായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് എൻ്റെ പേരിലുള്ള സ്വത്ത് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ വഖഫായിട്ട്. അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ഈ വീടിന് വേറെ അവകാശികളും ഉണ്ടെങ്കിൽ ആ അവകാശം അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് ഇത് വഖഫായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഈ മാറ്റം ഈ അമെൻമെൻറ്റിൽ വന്നിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും മുസ്ലിം വിമന് വേണ്ടിയിട്ടാണ്. ഓക്കെ, മുസ്ലിം വിമൻ പിന്നെ വിഡോസിനും കൂടി ഉപയോഗം വരണം, അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടും കൂടെ ഈ അമെൻമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പണ്ട് അങ്ങനെ അല്ലായിരുന്നു, തോന്നിയ പോലെ വഖഫ് കൊടുക്കാമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറ്റില്ല. പ്രോപ്പർട്ടിയിൽ അധികാരം പെൺമക്കൾക്ക് ഉണ്ടെങ്കിൽ, ആ വീട്ടിൽ വിധവകൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രം വഖഫ് ചെയ്താൽ മതി എന്നുള്ളതും കൂടിയാണ്. നല്ല കാര്യമല്ലേ?